നിരവധി മോഷണ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജുവലറിയിൽ മോഷ്ടിക്കാം, സ്വർണ്ണക്കടയിൽ മോഷ്ടിക്കാം, വീടുകളിൽ മോഷ്ടിക്കാം, ബാങ്കുകളിൽ നിന്ന് വേണമെങ്കിൽ സ്വർണം കവർന്നെടുത്ത കഥകൾ, മോഷണ കഥകൾ, കേസുകൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അയ്യപ്പ സന്നിധിയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റാൻ കേരളത്തിലെ ഭരണകക്ഷിക്ക് മാത്രമേ സാധ്യമാകൂ. ആ കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരാണ് കേരളം ഭരിക്കുന്നത്. കഞ്ഞിവെക്കുക മാത്രമല്ല ഇവർ ചെയ്തത്, ആ കൊള്ള മുതൽ അയ്യപ്പ സന്നിധിയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇവരെ പങ്കിട്ടെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പ്രതികളെ രക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് കിണഞ്ഞു പരിശ്രമിക്കുന്നു കേസ് എടുക്കാതിരിക്കാൻ. അതിന് ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. ഈ കള്ള സ്വർണം, ഈ കട്ടെടുത്ത സ്വർണം യഥാർത്ഥത്തിൽ എവിടെയുണ്ട് എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, അതെവിടെ പോയി, ആർക്ക് വിറ്റു? നമുക്ക് പറയാൻ സാധിക്കില്ല. സാധാരണ സ്വർണ്ണ പ്രശ്നം വെച്ചാൽ അത് തെളിയിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ സ്വർണം മോഷ്ടിച്ചതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത്. അയ്യപ്പന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു. ഇവിടെ KC വേണുഗോപാൽ MP പറയുകയുണ്ടായി, ഞങ്ങൾ വിശ്വാസികളാണ്. KC വേണുഗോപാലും എല്ലാ വർഷവും ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ബഹുമാനായ രമേശ് ചെന്നിത്തലയും നമുക്കറിയാം. അവരെല്ലാം, പ്രിയപ്പെട്ട ശ്രീ K മുരളീധരനും അടൂർ പ്രകാശുമെല്ലാം അയ്യപ്പ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരാണ്, ശരണം വിളിക്കുന്നവരാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പം അത് തള്ളാനും കഴിയില്ല, കൊള്ളാനും കഴിയില്ല. ഭക്തനല്ല, വിശ്വാസിയല്ല, കമ്മ്യൂണിസ്റ്റുകാരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് നമ്മളെ ഗോവിന്ദൻ മാസ്റ്റർ പഠിപ്പിച്ചത്. ഇവിടെ എന്താണ്, നമ്മുടെ ആയിഷ പോറ്റി, കൊട്ടാരക്കരയിലെ MLA ആയിരുന്ന ആയിഷ പോറ്റി നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അത് ആ MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതിൻ്റെ പേരിൽ ആയിഷ പോറ്റിയെ പാർട്ടി ശിക്ഷിച്ച പാർട്ടിയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.